മലയാളികൾ എവിടെയുണ്ട് അവിടെ ഒരു ഓണം തീർച്ചയായും ആഘോഷിക്കപ്പെടും അല്ലേ? കാരണം ഓണം എന്നതൊരു ആഘോഷം മാത്രമല്ല, ഒരുമയുടെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെ ഉത്സവമാണ്. പ്രവാസികളായ ഞങ്ങൾക്ക് ഇത്തവണ ഓണം അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ 16 കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുട്ടികളടക്കം ഏകദേശം 60 പേരോളം ആഘോഷത്തിനായി ഒത്തുചേർന്നത് എൻ്റെ വീട്ടിൽ, അതുപോലെ തന്നെ എൻ്റെ നെയ്ബറായ അഞ്ജുവിൻ്റെ വീട്ടിലും കൂടിയിട്ടായിരുന്നേ. ഓണസദ്യക്കായി ഓരോ കുടുംബവും ഒന്നോ രണ്ടോ വിഭവങ്ങൾ വീതം കൊണ്ടുവരണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും അവനവൻ്റെ വിഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് രാവിലെ അഞ്ജു എന്നോടൊക്കെ ചോദിക്കുവാണേ, വീട്ടിലൊക്കെ കുറച്ച് പൂക്കളൊക്കെ ഇട്ട് അലങ്കരിക്കായിരുന്നു അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ഓരോ ആവശ്യമില്ല, ലേഡീസ് എല്ലാവരും സെറ്റ് സാരി ഉടുത്ത് മലയാളി മങ്കമാരായി അണിഞ്ഞൊരുങ്ങി കുറച്ച് മുല്ലപ്പൊക്കെ ചൂടി വീട്ടിലോട്ട് വന്നാൽ തന്നെ അതൊരു വൈബല്ലേ അല്ലേ? നമ്മുടെ ഗയാത്തിലൊന്നും ഫ്ലവർ ഷോപ്പ് ഒന്നുമില്ല കേട്ടോ. റുവൈസിൽ നിന്ന് സുമിത്ര ടീച്ചറാണ് എല്ലാ ഫ്ലവേഴ്സും മുല്ലപ്പൂവും ഒക്കെ അറേഞ്ച് ചെയ്തത്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് പൂവൊക്കെ ഇറുത്തെടുത്തു. പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സദ്യയൊക്കെ കെങ്കേമമായിരുന്നു. ഓരോ വീട്ടുകാരും ഓരോ വിഭവം മനസ്സ് വെച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നത് കൊണ്ടാണോ എന്തോ ഓരോ കറിയിലും വീടിന്റെ ഒരു സ്നേഹവും രുചിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് അവസാനം ഗോതമ്പ് പായസവും പപ്പടവും ചേർത്ത് കഴിച്ചപ്പോൾ അതൊരു ഭക്ഷണമല്ല, ശരിക്കും ഒരു വികാരം തന്നെയായിരുന്നു. ഈ തിരക്കിനിടയ്ക്കും ഡ്യൂട്ടിയുടെ ഇടയ്ക്കും കുറച്ച് നേരം കണ്ടെത്തി തിരുവാതിരയൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കളിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഗേൾസും ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു. വളരെ കുറഞ്ഞ സമയം കൊണ്ടൊരു ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചെറിയ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ഭയങ്കര ചൂടാണിപ്പോൾ UAE-യിൽ. അതൊന്നും കാര്യമാക്കാതെ എല്ലാവരും ആവേശത്തോടുകൂടി വടംവലിയിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷവും ചിരിയും സ്നേഹവും പങ്കുവെച്ച് നമ്മളുടെ ഓണാഘോഷം വളരെ മനോഹരമായി കടന്നുപോയി. കേരളത്തിലും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക്, ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി അടുത്തൊരു മനോഹരമായ വീഡിയോയിൽ കാണാം. ഹാപ്പി ഓണം.